Hello everyone, welcome back to my channel. This is Venma. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബ് കുട്ടി നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്യാമോ എന്ന്. അപ്പം ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. വട്ടയപ്പം ഈസ്റ്റ് ചേർത്തിട്ടും കാണിക്കുന്നുണ്ട്, കള്ളി ചേർത്തിട്ടും കാണിക്കുന്നുണ്ട്. രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഈസ്റ്റ് ചേർക്കുന്ന വീഡിയോ നോക്കാം. ഹലോ, പുതിയ ആളാണല്ലേ എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി റൈസാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇഡലി റൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു റൈസാണത്. കുറച്ച് ക്വാളിറ്റി ഉള്ള റൈസാണിത് കേട്ടോ. സാധാരണ പച്ചരി വെച്ച് ഉണ്ടാക്കിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾക്ക് ഇഡലി റൈസ് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഡലി റൈസ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കാം, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ ഇത് നന്നായിട്ട് കുതിർത്തത് കണ്ടല്ലോ, ചോറ് പോലെ വന്നിട്ടുണ്ട്, കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സിനെ ഞാൻ അളന്നെടുത്ത് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്തിരുന്നത്, ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാ കുതിർത്ത് വെച്ചിരിക്കുന്നത്. അതേ ഗ്ലാസ്സിന് തന്നെ ഞാൻ തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്, 3/4 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് 2 ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ അരഞ്ഞു കിട്ടില്ല. ഹാഫ് പച്ചരി ഇട്ട് കൊടുത്ത ശേഷം ഇതിന് ഒരു പകുതിയോളം തേങ്ങ ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പം ഇതിൽ മുങ്ങി നിൽക്കുന്ന പോലെ അരിക്കണ്ട, കാരണം ഈ വട്ടയപ്പത്തിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ദോശയുടെ പോലെ വരണ്ട, കുറച്ച് തിക്കായിരിക്കണം. എന്നാൽ ഒരുപാട് അങ്ങ് ഭയങ്കര കട്ടിയായിരിക്കലും ഭയങ്കര ലൂസായിരിക്കലും. ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഫസ്റ്റ് ബാച്ച് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഹാഫ് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി ബാക്കി കൂടെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാവേ. ഇതാ ബാക്കി കൂടെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത്രയും പോരാ, കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കണം കേട്ടോ. ഇത് മിക്സിയിലുള്ളത് കളയണ്ടേ, ഇത് നമുക്ക് കപ്പി കാച്ചാനായിട്ട് ഈ മിക്സി നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. ഇപ്പം മാവ് ഫുൾ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പി കാച്ചാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരുന്ന മാവിൽ നിന്ന് ഒരു തവി മാവിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എൻ്റെ മിക്സിയിൽ കുറച്ച് മാവ് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നമ്മൾ അരി അളന്ന ഗ്ലാസ്സിലെ ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങളുടെ മിക്സിയിൽ അങ്ങനെ മാവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് 2 തവി മാവ് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അളന്ന ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ചെറു തീയിലിട്ടിട്ട് വേണം കുറുക്കാൻ കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുക. ഫസ്റ്റ് നമ്മൾ ഇത് നന്നായിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. കണ്ടല്ലേ, ഇതുപോലെ പാല് പോലെ കിട്ടും. ഇത് ഇപ്പം ഞാനിത് ഫുൾ ഫ്ലെയിമിലിട്ടേക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാനത് സിമ്മിലേക്കാകും കേട്ടോ. എന്നിട്ട് സിമ്മിലിട്ട് വേണം നമുക്കിത് ചെറുതായിട്ട് കുറുക്കി എടുക്കാനായിട്ട്. ഞാനിതൊന്ന് കുറുക്കിയെടുക്കട്ടെ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ജസ്റ്റ് ഒന്ന് ആദ്യം തുടങ്ങുമ്പോഴത്തേനൊന്ന് ഫ്ലെയിം ഫുള്ളിൽ ഇട്ടിട്ട് പിന്നെ സിം ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനിതൊന്ന് തണുക്കണം, തണുത്തിട്ട് അരച്ചെടുക്കാവേ. അപ്പം നമുക്ക് തണുക്കുമ്പോൾ വേറൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇത്രയും കുറച്ച് വെള്ളം, ലൂക്ക് വാങ്ങട്ടെ കേട്ടോ, ചെറു ചൂടുവെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. ചെറു ചൂടേ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെന്റ് ചെയ്തെടുപ്പിക്കാനായിട്ടാണ്. അതിൽ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്ന കേട്ടോ. ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പുളിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇടാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല എങ്കിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട ശേഷം ഈസ്റ്റ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇത് പൊങ്ങാൻ വെക്കണം. പൊങ്ങിയ ശേഷം മാത്രം ചേർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ മാവിന് ഇത് നന്നായിട്ട് പുളിപ്പിച്ച് തരും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ചൂട് പാടില്ല വെള്ളത്തിന്. അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ ഈസ്റ്റും എടുക്കേണ്ടി. ഇത് രണ്ടും ആണെങ്കിൽ ഈസ്റ്റ് പൊങ്ങി കിട്ടില്ല. ചെറു ചൂടുവെള്ളം ഡേറ്റ് ഉള്ള ഈസ്റ്റ് എടുത്താൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ കേട്ടോ.
ഇത് നന്നായിട്ട് ഈ പഞ്ചസാര ഈസ്റ്റോട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് പൊങ്ങിയ ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അതായത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി നമുക്കിത് ബാക്കി പ്രൊസീജിയർ ചെയ്യാവേ. ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ കപ്പി കാച്ചി വെച്ചില്ലായിരുന്നോ, അതിട്ട് കൊടുക്കാം. മിക്സിയിൽ മാവിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 സ്പൂണ് പഞ്ചസാരയാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഒരുപാട് മധുരം വേണ്ടവർക്ക് അത് ചെയ്യാം. എനിക്കിപ്പോൾ മീഡിയം ടൈപ്പ് മധുരം ഇഷ്ടമുണ്ട്. ഞാൻ 5 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫെർമെന്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഈസ്റ്റാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റിന്റെ പാത്രത്തിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത്രയും കട്ടി വേണ്ട നമുക്ക്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ നല്ല കട്ടിക്കായിരിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കേട്ടോ. ഞാനിപ്പോ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു കപ്പി കാച്ചിയ സാധനം അരച്ചെടുത്ത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒരു 1/4 ഗ്ലാസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം. ഞാൻ ആ മിക്സിയിൽ തന്നെ ഇതാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തേ. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശ പോലെ അങ്ങ് ലൂസ് ആകല്ലോ, അങ്ങ് ഒഴുകി നടക്കുന്ന പോലെ വരരുത്, എന്നാൽ ഒരുപാട് കട്ടിയാകരുത്, അങ്ങനെയാണേ. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവം കണ്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം പുളിച്ചിട്ടുണ്ടോന്ന്. പുളിച്ച് പൊങ്ങി വന്നതിന് ശേഷം മാത്രം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കണം. അത് നമുക്ക് പൊങ്ങി വന്ന ശേഷം ചെയ്യാം. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. ഞാനൊരു 1:30 ആയപ്പോഴാണ് വെച്ച്. ഇപ്പം സമയം 5:30 ആയി. 4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് തുറന്നു നോക്കാവേ. ഇതാണ് അവസ്ഥ. നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട്. നമ്മുടെ മാവിലേക്ക് ഞാൻ കുറച്ചൊരു 6 ഏലക്കായും പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാരക്കകത്തിട്ട് പൊടിച്ച്. ഇത് പഞ്ചസാരക്കകത്തിട്ട് പൊടിക്കുമ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ഇത്രയും പഞ്ചസാര എടുക്കാൻ കാര്യം അപ്പത്തിന് ഇച്ചിരി മധുരം കുറവ് തോന്നി. അപ്പൊ ഞാൻ ഇതൂടെ ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഒരു 1/4 സ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അപ്പത്തിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലാ കീഴ്ത്തുള്ള ആ ഒരു പാത്രയില്ലേ, അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് ഈ പ്ലേറ്റിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റ് കംപ്ലീറ്റ് ഒഴിക്കരുത് കേട്ടോ, അതിന്റെ ഒരു 1/2 പോർഷൻ വരെ നിന്നാ മതിയേ. ഞാൻ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിങ്ങനെ എൻ്റെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം ആ രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇത് അടച്ചു വെക്കുവാണേ. നമുക്കൊരു 20 മിനിറ്റ് ഇത് വേവിക്കാം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇത് മാറ്റിയിട്ട് അടുത്ത് ഇട്ടിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അപ്പം ഞാൻ ആ പ്ലേറ്റിൽ നിന്ന് ഇളക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഉണ്ടാക്കി എടുക്കണം എനിക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ റെസിപ്പി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ രാത്രി ആയി കേട്ടോ, അതായത് വെട്ടക്കുറവുണ്ട്. രാവിലെ ഉച്ചയായി അരച്ചു വെച്ചാലോ, പിന്നെ ഇത്ര സമയം കഴിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുള്ളായിരുന്നല്ലോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.